അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, എനിക്ക് ലഭിച്ച വിഷയം വിദ്യാർത്ഥി രാഷ്ട്രീയവും സമകാലികവും ഭാവിയും എന്ന വിഷയത്തിനെ കുറിച്ചാണ്. വിദ്യാർത്ഥികളുടെ പ്രതിരോധ രീതികളെ എല്ലാം നമ്മളുടെ കേരളത്തിന് നല്ല ഒത്തുതീർപ്പുകളാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും പല സമരങ്ങളും ഫലങ്ങൾ ലഭ്യമാകുന്നതിലൂടെ സമൂഹത്തിന്റെ പൊതുമുതലുകളും ധാരാളം ജനങ്ങളുടെ രക്തങ്ങളും മറ്റും വീഴുന്നുണ്ട് എന്നതാണ് ഈ വിദ്യാർത്ഥികളുടെ പ്രതിരോധത്തിന്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധ്യാപകരുടെ കൈ വെട്ടിമുറിക്കുകയും കോളേജിന്റെ വിവിധ മുറികളിൽ അധ്യാപകരെ ഇട്ട് അവരെ തല്ലി ചതയ്ക്കുകയും ചെയ്യുന്നതായ പല രീതികളാണ് നമ്മൾ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് കേരളത്തിന്റെ സാംസ്കാരികമായും സാമൂഹികമായും വളരെയധികം ഭൂഷണപ്പെടുത്തുന്നത് നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. കേരളത്തിന്റെ പ്രധാന യൂണിവേഴ്സിറ്റിയായ MG യൂണിവേഴ്സിറ്റി അഥവാ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അതിന്റെ മുൻ വൈസ് ചാൻസലറായ ഝാൻസി എന്നവരെ പൊതുസമൂഹത്തിൽ നിന്ന് മുഖത്തടിക്കുകയും അവരെ വഷളാക്കപ്പെടുകയും ചെയ്യുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളാണ്. അത് സമൂഹത്തിൽ ധാരാളം ദോഷങ്ങളും മറ്റുള്ളവരുടെ വ്യതിചലനങ്ങളും ഏറ്റുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പൊതു സമൂഹത്തിൽ വെച്ച് മനുഷ്യരൂപങ്ങൾ പ്രാപിച്ചുകൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ രൂപങ്ങളെ പ്രതിരോധമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇട്ട് കത്തിക്കുകയും കസാരകൾ കത്തിക്കുകയും ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. കേവലം വിദ്യാർത്ഥികൾ അവർ വിദ്യാഭ്യാസത്തിലൂടെ അവർക്കെതിരായ അനീതികളും അസമത്വം കണ്ടുവരുമ്പോഴാണ് അവർ പ്രതിഷേധിക്കേണ്ടത്. നേരെ മറിച്ച് അവർ സമൂഹത്തിന്റെ പൊതുമുതലുകളും മറ്റുള്ളതായ ഓരോ കാര്യങ്ങളും അവർ വ്യതിചലിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. TP ശ്രീനിവാസൻ എന്നവരെ പൊതുസമൂഹത്തിലിട്ട് വഷളാക്കുകയും അവഹേളിക്കുകയും ചെയ്തതായ സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത മാധ്യമങ്ങൾ കാണാൻ ഇടയാക്കിയതാണ്. ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമെല്ലാം അത് ജനങ്ങളുടെ അനുകൂലമായ ഒരു അവസരങ്ങളും നമ്മൾ മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നേരെ മറിച്ച് അത് വിദ്യാർത്ഥികൾ അത് ദുരുപയോഗം ചെയ്യുന്നത് മൂലം സമൂഹത്തിന് ഏറെ വ്യതിചലിപ്പിക്കുന്നതായ രീതിയാണ് അത് മുതലെടുക്കുന്നത്. കാഞ്ഞങ്ങാട് നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ പുഷ്പ എന്നവർ അവരുടെ റിട്ടയർമെന്റിന്റെ യാത്രയപ്പിൽ അവിടെ വിദ്യാർത്ഥികൾ ചെയ്തത് കാര്യം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് വിദ്യാർത്ഥികൾ ലക്ഷ്യമിടുന്നത് അവരെ ഇകഴ്ത്തുകയും സമൂഹത്തിന് യാതൊരു ഉപകാരമില്ല, അവരുടെ അഭിമാനത്തെ മോശപ്പെടുത്തുന്നതായ കാര്യങ്ങളാണ് അവിടെ ആ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയെല്ലാമാണ് SSF ഉയർത്തിരിക്കുന്നത്. SSF എന്നുള്ളത് ഏതെങ്കിലും ഒരു സമരവേദികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജാഥകളിൽ SSFന്റെ വിദ്യാർത്ഥികൾ അവരുടെ ആയുധങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ എന്ന് വാർത്തകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയാണ് SSFന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് മുൻനിർത്താനുള്ള ഒരു കാരണം എന്നുള്ളത്. കേരളത്തിലെ ജില്ലകളിൽ ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ധാരാളം ക്യാമ്പസുകളും കോളേജുകളും മെച്ചമായിട്ട് ഓരോ വിദ്യാർത്ഥികളും അവർ റാഗിങ്ങും മറ്റുള്ളതായ ഓരോ സംഭവങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത് കേരളത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടന്നു വരുന്നത്. മറ്റുള്ളതായ ഓരോ കാര്യങ്ങളും ഉണ്ട്. വിദ്യാർത്ഥികൾ
അധ്യാപകർക്കെതിരെയായ ധാരാളം കാര്യങ്ങളും ഈ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പാലക്കാട് പഠിക്കുന്നതായ ഒരു വിദ്യാർത്ഥി തന്റെ ഫോൺ പിടിച്ചു വെച്ച ഒരു കാരണത്തിന് വേണ്ടി പ്രിൻസിപ്പാളിനോട് വധഭീഷണി നടത്തിയതായ ഒരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്ക് ഈ അടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം പ്രത്യേകിച്ച് SSFന്റെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ജനങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ എല്ലാ പാഠശാലകളിലും ഇതിനെതിരെയായ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓരോ സെമിനാറും ഓരോ പ്രൊജക്റ്റുമായിട്ട് ഇതിനെതിരെയായ വിദ്യാർത്ഥിയുടെ കൗൺസിലിംഗ് മറ്റുള്ളതായ ഓരോ കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.